നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. തൃശൂർ ചാവക്കാട് മുനക്കക്കടവ് സ്വദേശി ജലാലുദ്ദീനാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് അമേരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. വ്യാഴാഴ്ചയാണ് മരണം സംഭവിച്ചത്. അതേസമയം തന്നെ ഒരു മലയാളി കൂടി കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ചിരിക്കുന്നു. തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ സ്വദേശി ചാരുവിള വീട്ടിൽ അഷീർ ഖാനാണ് മരിച്ചത്. ടാക്സി ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. ഭാര്യ ഷാഹിദ, മക്കൾ അലി, ഷിഫ. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കുവൈറ്റിൽ സംസ്കരിച്ചു. അതേസമയം തന്നെ കോവിഡ് ബാധിച്ച് കുവൈറ്റിൽ 6 പേർ കൂടി മരിച്ചിരിക്കുന്നു. പുതുതായി 562 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 99 ഇന്ത്യക്കാർ ഉൾപ്പെടെ 562 പേർക്ക് കൂടി പുതുതായി കൊറോണ കണ്ടെത്തിയപ്പോൾ 1473 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതുവരെ 29,921 പേർക്കാണ് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചതിൽ 17,223 പേർ രോഗമുക്തരായി. 184 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 12,462 പേർ ചികിത്സയിലുമാണ്. രാജ്യത്ത് ഇതോടെ കോവിഡ് മരണം 236 ആയിരിക്കുന്നു. കോവിഡ് ബാധിച്ച് ഇന്ത്യക്കാരുടെ എണ്ണം 99 കുറഞ്ഞു. ഇന്നും കൊറോണ രോഗബാധ കണ്ടെത്തിയവരിൽ കൂടുതലും സ്വദേശികളാണ്. അതിൽ 177 പേർ. എന്നാൽ ഇന്ന് രോഗമുക്തരായവരുടെ എണ്ണം 1473 ആയതും രോഗികളുടെ എണ്ണം കുറയുന്നതും രാജ്യത്ത് നടപ്പിലാക്കിയ ശക്തമായ കൊറോണ പ്രതിരോധ നടപടികളുടെ ഫലമായിട്ടാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബഹ് അഭിപ്രായപ്പെട്ടു. രാജ്യവ്യാപകമായി തുടരുന്ന കൊറോണ റാപ്പിഡ് പരിശോധന തുടരുമെന്നും ഒമാറിയ, ഫർഫാനിയ കോർപ്പറേറ്റ് സൊസൈറ്റികളിൽ യഥാക്രമം 4210 എന്നിങ്ങനെ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം 2721 പേരെ പരിശോധിച്ചതിലാണ് 562 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു.